നാമൊക്കെ ചിലപ്പോൾ പറയും, എനിക്ക് നല്ലതിനോട് ഇഷ്ടമാണ്, നല്ല ആളുകളെ ഇഷ്ടമാണ്, മോശപ്പെട്ടതിന് എനിക്ക് വെറുപ്പാണ്, മോശപ്പെട്ട ആളുകളെയും എനിക്ക് വെറുപ്പാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നന്മകളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അതൊരു പ്രയാസമായ കാര്യമായി തോന്നുകയാണ്. എൻ്റെ മനസ്സ് എപ്പോഴും ബാക്കിയുള്ള ഏതെങ്കിലും വേണ്ടാത്ത അനാവശ്യ ആഗ്രഹങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിപ്പോവുകയാണ്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം 4 കാരണങ്ങളാണ്. 1, വിവരക്കേട്. ഉപകാരപ്രദമായ വിജ്ഞാനം കൊണ്ട് അതിനെ നാം ഇല്ലായ്മ ചെയ്യണം. 2ാമത്തെ കാരണം വിശ്വാസത്തിൻ്റെ ദൗർബല്യമാണ്. അതിനെ നാം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? ആകാശഭൂമികളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം, അവൻ്റെ നിയന്ത്രണം, അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, സുഹൃതങ്ങൾ ചെയ്യുക. ഇത് മുഖേന വിശ്വാസത്തിൻ്റെ ദൗർബല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. 3ാമത്തെ കാരണം അമിതമായ ആഗ്രഹം. അതില്ലായ്മ ചെയ്യാനുള്ള വഴി എന്താണ്? മരണസ്മരണ അധികരിപ്പിക്കുക. എപ്പോഴും ഞാൻ മരിക്കേണ്ടവനാണ്, ഏത് സമയത്തും എവിടെ വെച്ചും ഏത് നിമിഷവും മരണത്തിന് കീഴടങ്ങേണ്ടവനാണ്. അതുകൊണ്ട് കൂടുതൽ ആഗ്രഹിക്കുന്നതിന് ഒരടിസ്ഥാനവുമില്ല. 4ാമത്തെ കാരണം പറയുന്നത് ഹറാമ് ഹലാല് തിരിച്ചറിയാത്ത രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കൽ. അതിൻ്റെ പരിഹാരം എന്താണ്? സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഹലാല് കുറഞ്ഞ രൂപത്തിലാണ് ലഭിക്കുന്നതെങ്കിലും അതിന് നാം പ്രാമുഖ്യം കൊടുക്കുക. ഈ 4 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മേൽ പറയപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമാണെന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഖൈറാത്തുകൾക്ക് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.